കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം UDF-ലേക്ക് മടങ്ങണമെന്ന് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. CPIM-ന്റെ അരക്കില്ലത്തിൽ ജോസ് കെ മാണി വെന്തുരുകരുതെന്നും മുഖപ്രസംഗത്തിലുണ്ട്. എന്നാൽ കോൺഗ്രസോ UDF-ഓ ചർച്ച ചെയ്യാത്ത കാര്യമാണ് മുഖപ്രസംഗത്തിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് മുഖപത്രത്തിന്റെ മടക്കിവിളി. കോട്ടയം ലോക്സഭാ സീറ്റിൽ ചാഴിക്കാടന്റെ തോൽവിയുറപ്പായിരിക്കെ മാണി ഗ്രൂപ്പിന് ലോക്സഭയിലും രാജ്യസഭയിലും അംഗത്വമില്ലാതെയാവുമെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് പരിഗണിക്കുന്നത് പോലെ ഘടകകക്ഷികളെ മുഖവിലയ്ക്കെടുക്കാൻ CPM തയ്യാറാകില്ലെന്ന മുന്നറിയിപ്പും വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തിലുണ്ട്. കേരള കോൺഗ്രസ് UDF-ലേക്ക് മടങ്ങുന്നതാണ് നല്ലതെന്ന് ഉപദേശിക്കുന്ന മുഖപ്രസംഗം ജോസ് കെ മാണിക്കെതിരെ അതിരൂക്ഷ വിമർശനവും ഉയർത്തുന്നുണ്ട്. KM മാണിയുടെ മകന് കർഷക രാഷ്ട്രീയത്തിന്റെ നഴ്സറി പാഠങ്ങൾ പോലും വശമില്ലെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. UDF വിട്ട തീരുമാനം കൊടും ചതിയായിരുന്നു. സംസ്ഥാന മന്ത്രിയാകാനുള്ള അത്യാർത്ഥി കൊണ്ടാണ് ജോസ് കെ മാണി LDF-ലേക്ക് പോയത്. ജോസിന് കൊടുത്ത രാജ്യസഭാ സീറ്റിലുള്ളത് 30 വെള്ളിക്കാശിന്റെ പാപക്കറയെന്നും മുഖപ്രസംഗം പറയുന്നു. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ സങ്കടക്കടലിലാണ് നിലവിൽ കേരള കോൺഗ്രസ്. മുന്നണിയിലേക്ക് ചേക്കേറുമ്പോൾ ജോസിനെ ലാളിച്ച CPM-ന്റെ ആവേശം ആറിത്തണുത്തുവെന്നും മുഖപ്രസംഗം പരിഹസിക്കുന്നുണ്ട്. അതേസമയം മുഖപ്രസംഗത്തോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ UDF-ലേക്ക് സ്വീകരിക്കാൻ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ ഔദ്യോഗികമായ ഒരാവശ്യമല്ല. ഞങ്ങൾ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടി ചർച്ച ചെയ്യണം, അതിനുശേഷം UDF ചർച്ച ചെയ്യണം, എന്നിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ഒരു തലത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞങ്ങൾ അവരെ കോട്ടയത്ത് അവരുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും കഠിനാധ്വാനം ചെയ്യായിരുന്നു. ഇപ്പോൾ അത് ആ ഒരു വിഷയം ഞങ്ങളുടെ മുമ്പിലില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.